ഹലോ ഗായ്സ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നാൽ എൻ്റെ ഫീൽഡിൽ മൊത്തം വരുന്നത് ബിഗ് ബോസ് ആണ്. ആസ് എ ഡൈ ഹാർഡ് ബിഗ് ബോസ് ഫാൻ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോസ് ഇടാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇടുന്നതാണ്. ബിഗ് ബോസ് ഇഷ്ടമല്ലാത്തവർ ഈ വീഡിയോ കാണുമെന്ന് ഞാൻ പറയത്തില്ല, ഇഷ്ടമാണെങ്കിൽ കണ്ടോ. അപ്പോൾ ഇന്നലത്തെ, അതായത് ഇന്ന് വരുന്ന എപ്പിസോഡാണ്. ഹോട്ട്സ്റ്റാറിൽ ഓൾറെഡി വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ആരൊക്കെ കണ്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഞാൻ സത്യം പറഞ്ഞാൽ വലിയ രസം ഉണ്ടാവില്ലോ ബിഗ് ബോസ് തുടങ്ങുമ്പോൾ, അതായിരിക്കും നല്ല എക്സൈറ്റ്മെൻറ്റ് ആവുന്നത് അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നത്. പക്ഷേ എനിക്ക് ഫസ്റ്റ് എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൽ കുറേ പേരോട് എനിക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ ഒരു ക്യാരക്ടർ പോലെയൊക്കെ തോന്നി. കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യമേ ഒരാളെ ജഡ്ജ് ചെയ്യരുതല്ലോ, അവിടെ പേര് പറയുന്നില്ല, എന്നാൽ എൻ്റെ മനസ്സിൽ കുറച്ച് പേരോട് ഒരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ട്. അപ്പോൾ ടാസ്കൊക്കെ നോർമൽ ടാസ്ക്കാണ്. പക്ഷേ എനിക്ക് ഒരു കാര്യം തോന്നി, എന്താണെന്ന് വെച്ചാൽ 3 ടീമിനും സെയിം ടാസ്ക് കൊടുക്കണമായിരുന്നു. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. കാര്യം അപ്പോൾ നിങ്ങളായിരിക്കും, അപ്പോൾ ആദ്യത്തെ ടാസ്കിൽ കളിക്കുമ്പോൾ ആരെങ്കിലും സ്ട്രാറ്റജി കണ്ട് അതേപോലെ പിന്നെ കളിക്കാൻ പറ്റില്ല, അപ്പോൾ എന്നാൽ പിന്നെ എളുപ്പമാവത്തില്ലേ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അപ്പോൾ എന്തോ പറഞ്ഞു വെച്ചാൽ ആദ്യത്തെ ടീം കളിക്കുമ്പോൾ മറ്റവർ കാണണ്ട, അവരെ വെളിയിലിറക്കും, അങ്ങനെ ഇതിലൊക്കെ ചെയ്യാമായിരുന്നല്ലോ. സെയിം ടാസ്ക് 3 ടീമിനും കൊടുത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇതെന്തോ 3 ടാസ്കും അത് അവരുടെ കയ്യിലിരിക്കുന്നില്ല. ചിലപ്പോൾ ഈ ഒരു ആദ്യത്തെ ടാസ്കിൽ പാടുള്ളവർ ചിലപ്പോൾ സെക്കൻഡ് ടാസ്ക് കളിച്ചെങ്കിൽ ജയിച്ചാൽ അങ്ങനത്തെ ഉള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ 3 ടീമിനും സെയിം ടാസ്ക് കൊടുക്കണമായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്ക് തോന്നി. പിന്നെ ജഡ്ജസ് പറയുകയാണെങ്കിൽ 3 പേരും കൊള്ളാം. പക്ഷേ എനിക്ക് ഇച്ചിരി കൂടെ ഭയങ്കര ഇഷ്ടപ്പെടുക രഞ്ജിനി ഹരിദാസിനെയാണ്. എനിക്കത് ഭയങ്കര രസമായിട്ട് തോന്നി. പിന്നെ ഫസ്റ്റ് ഡേ ആണ്, നമുക്ക് എല്ലാത്തിനും ഒരു ഇത് പറയാൻ പറ്റില്ല. റെനീഷയുടെ ആങ്കറിങ് എനിക്ക് അത്ര മോശമായിട്ട് തോന്നിയില്ല. പിന്നെ ഭയങ്കര മാസം മുട്ടിയുള്ള സംസാരം, അതിപ്പോൾ ഞാനായാലും സ്പീഡ് സംസാരിക്കുന്ന ആളാണ്, അപ്പോൾ എനിക്കത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. അത് അങ്ങനെ ശീലിച്ചപ്പോൾ റെനീഷ അഫ്കോഴ്സ് ആങ്കറിങ് ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ, അതൊക്കെ മേക്കപ്പായി വന്നാലും കുറേ പേര് കുറ്റം പറയുന്നതൊക്കെ ഉണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. 20 പേരെ നമ്മൾ പരിചയപ്പെട്ടുള്ളൂ, ബാക്കി 20 പേര് നമുക്ക് ഇന്ന് എന്തായാലും കാണാൻ പറ്റും. ഇന്ന് കഴിഞ്ഞ് 12 മണി കഴിയുമ്പോഴായിരിക്കും ഹോട്ട്സ്റ്റാറിൽ വരുന്നത്, അപ്പം നമുക്ക് അറിയാൻ പറ്റും. എന്തായാലും കൊള്ളാം. അഗ്നിപരീക്ഷ സീസൺ 1 ആണ് പറയുന്നത്. അപ്പോൾ അടുത്ത വർഷം എന്തായാലും സീസൺ 2 കാണും കേട്ടോ. എല്ലാവർക്കും സ്കോപ്പ് ഉണ്ട്, എല്ലാവരും പഠിച്ചൊക്കെ വെച്ചോ, നമുക്ക് അടുത്ത സീസണിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് പറയുന്നതുകൊണ്ടാണ് കുറേ ഇങ്ങനെ പറയുന്നത്. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് വീഡിയോ എടുക്കണമായിരുന്നു, അതുകൊണ്ടാണ് ഷോർട്സ് ആയിട്ട് ഇടുന്നത്. കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ടി വിയിൽ രാത്രി ഒരു 10 മണിയാകുമ്പോൾ, അപ്പോൾ ടി വിയിൽ നിങ്ങൾക്ക് ഇന്ന് രാത്രി 10 മണിയാകുമ്പോൾ കാണാൻ പറ്റും. ഹോട്ട്സ്റ്റാർ ഇല്ലാത്തവർക്കാണ് പറയുന്നത്. എന്തായാലും കൊള്ളാം, നല്ല രസമുണ്ട്. ഒരു പുതിയൊരു അനുഭവമാണല്ലോ നമ്മൾ മലയാളികൾക്ക്. എന്തായാലും എല്ലാവരും കണ്ടു നോക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.